മല്ലിക സുകുമാരൻ വളരെ പബ്ലിക്കായിട്ട് ടി വി അഭിമുഖത്തിൽ BJP എന്ന് പറഞ്ഞ പാർട്ടിയോട് അദ്ദേഹത്തിൻ്റെ അനുഭാവ സമീപനം പ്രകടമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും ഒരു കുഴപ്പമുള്ള പാർട്ടിയല്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം അവരുടെ കുടുംബത്ത് വന്നിപ്പോൾ കഥകിൽ മുട്ടുന്നു അതിൻ്റെ ഫാസിസത്തിൻ്റെ സ്വഭാവം. പൃഥ്വിരാജിൻ്റെ അമ്മ വിലപിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇനി അങ്ങോട്ടുള്ള എല്ലാ സിനിമയുടെ താഴെയും സിനിമ കാണാതെ വന്ന് വിമർശിക്കുകയും സിനിമ പൊട്ടയാണെന്ന് പറയുകയും ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടാനാണ് സാധ്യത. അവരുടെ നിത്യവൈരാഗ്യത്തിന് അദ്ദേഹം പാത്രീഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഈ ഒറ്റ കാരണമേ ഉള്ളൂ. കാരണം അവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഡിവൈഡുണ്ട്. ഈ ഇന്ന പേരുകളുള്ള ആൾക്കാരെല്ലാം അപ്പുറത്ത്, മറ്റു ചില പേരുകളുള്ള നമ്മളെല്ലാം ഒരു വശത്ത്. അതിൽ പേരുകൾ തമ്മിൽ കലർന്നു പോകാൻ പാടില്ല. അപ്പോൾ അവരാഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻറ്റയർ സിനിമ, കല, സാംസ്കാരിക മേഖല, അങ്ങനെ പോപ്പുലർ ആർട്ടുകളെല്ലാം, മനുഷ്യരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള എല്ലാ കലാരൂപങ്ങളും ഞങ്ങൾക്കൊപ്പം നിൽക്കണം. ഒന്നുകിൽ നമ്മുടെ മോദിജിയെ പുകഴ്ത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജിക്ക് അനുസൃതമായിട്ടുള്ള കലാരൂപങ്ങളും പാട്ടുകളും സിനിമകളും നാടകങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാലം മാത്രമേ അവർ സ്വപ്നം കാണുന്നുള്ളൂ. അതിനെ വിമർശിക്കുകയോ അതിന് പുറത്തു നിൽക്കുകയോ ഡെമോക്രസിയെക്കുറിച്ചോ മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കുന്ന സംഘപരിവാറിൻ്റെ കുഴപ്പം പിടിച്ച പശ്ചാത്തലത്തെയും ചരിത്രത്തെയും കുറിച്ച് സംസാരിക്കുന്ന ഒരു കലയും അവർ ആഗ്രഹിക്കുന്നില്ല. അതിൽ പൃഥ്വിരാജിൻ്റെ റൈറ്ററും കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. പക്ഷെ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾക്കിത് സ്വതന്ത്രമായ സിനിമയുണ്ടാക്കാൻ, സ്വതന്ത്രമായി എഴുതാൻ, സ്വതന്ത്രമായ പ്രകാശനാവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു രാജ്യമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് മല്ലിക സുകുമാരൻ അടക്കം മനസ്സിലാക്കേണ്ടതാണ്. മല്ലിക സുകുമാരൻ വളരെ പബ്ലിക്കായിട്ട് ടി വി അഭിമുഖത്തിൽ BJP എന്ന് പറഞ്ഞ പാർട്ടിയോട് അദ്ദേഹത്തിൻ്റെ അനുഭാവ സമീപനം പ്രകടമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും ഒരു കുഴപ്പമുള്ള പാർട്ടിയല്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം അവരുടെ കുടുംബത്ത് വന്നിപ്പോൾ കഥകിൽ മുട്ടുന്നു അതിൻ്റെ ഫാസിസത്തിൻ്റെ സ്വഭാവം. നിങ്ങൾ എത്ര നല്ല സിനിമ എടുത്താലും, എത്ര സിനിമ കുടുംബകഥ പറഞ്ഞാലും, തൊട്ടുമുമ്പ് അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ അവസാനിക്കുന്ന ഒരു സിനിമയാണല്ലോ ചെയ്തത്. അതിന് മുമ്പ് ചെയ്ത സിനിമ. അതൊന്നും കൊണ്ടൊരു കാര്യവുമില്ല. നിങ്ങളുടെ മകൻ ഇനി ഈ സിനിമ എടുത്താൽ പഴയ ഒരു സിനിമയുടെ പേരിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ് ഈ സഹിഷ്ണുത ഉള്ളതെന്ന് പറയുന്ന നിങ്ങൾ തന്നെ വിചാരിക്കുന്ന ആൾക്കാരുടെ കയ്യിലിരിപ്പെന്ന് മനസ്സിലാക്കാനുള്ള സന്ദർഭം കൂടിയാണിത്. ഞാൻ അവരെ കുറ്റം പറയല്ല, ഒരു സമയം കിട്ടിയപ്പോൾ അവരെ ആക്ഷേപിക്കുകയല്ല. പക്ഷേ അവർക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സന്ദർഭം വരും. നമ്മൾ നിൽക്കുന്ന രാഷ്ട്രീയ പരിസരം ഏതാണ്, ഏത് തീച്ചൂളയിലാണ് ഈ രാജ്യം നിൽക്കുന്നത്, നമുക്കെല്ലാവർക്കും വ്യക്തിപരമായി ബോധ്യപ്പെടുന്ന ഒരു മൊമെൻറ്റ് വരും. ആ മൊമെൻറ്റിലൂടെ ഓരോരുത്തരായിട്ട് കടന്നു പോവുകയാണ്.